അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂതന്മാർക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട് മഹാനായ നബിയോട്, മുസ്ലിങ്ങളോട്, ഇസ്ലാമിനോട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ സോഷ്യൽ സുപ്രിമസി, സാമൂഹ്യ ഔന്നത്യ സ്ഥാനം, അത് നഷ്ടപ്പെട്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയതോടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മദീനയിലെ വിദ്യാഭ്യാസം ജൂതന്മാരുടെ കയ്യിലായിരുന്നു. മദീനയിലെ കരകൗശലം ജൂതന്മാരുടെ കയ്യിലായിരുന്നു. മദീനയിലെ കൃഷി ജൂതന്മാരുടെ കയ്യിലായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും മികച്ചു നിന്നിരുന്നവർ ജൂതന്മാരാണ്. അത് ഒരു പഴങ്കഥയായി മാറിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയും മദീനയെ ഏറ്റെടുക്കുകയും മദീന ഒരു വിശ്വാസധാരയിൽ നിന്നുകൊണ്ട് തടിച്ചു കൊഴുത്ത് വളരുകയും ചെയ്തതോടുകൂടെയാണ്. മറ്റൊന്ന്, അവരുടെ ഒരു പ്രധാനപ്പെട്ട മോഹമായിരുന്നു തങ്ങൾക്ക് എന്തും ചെയ്തു തരാൻ മനസ്സാ തയ്യാറുള്ള അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂലിനെ മദീനയിലെ പൊതു നേതാവായി വാഴിക്കണമെന്നത്. എന്നാൽ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂലിനെ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ ഒരു വെറും റബ്ബർ സ്റ്റാമ്പാക്കി മാത്രം മാറ്റി നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതും തകർന്നു. മഹാനായ നബി വരികയും മദീനയുടെ പൊതു നേതാവായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോധിതനാവുകയും ചെയ്തതോടുകൂടെ ആ സ്വപ്നവും തകർന്നു. പിന്നെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത് സൂത്രത്തിൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കുകയും ശല്യപ്പെടുത്തുകയും ആട്ടിയോടിക്കുകയും ഒക്കെ ചെയ്യുക എന്നതായിരുന്നു. അതിന് ഏറ്റവും നല്ലത് അറേബ്യയിലെ ഏറ്റവും വലിയ ശക്തിയായ ഖുറൈശികളെ കൂട്ടുപിടിക്കലാണ് എന്നത് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഖുറൈശികൾക്ക് അവരെയും വേണ്ടിയിരുന്നു, അവർക്ക് ഖുറൈശികളെയും വേണ്ടിയിരുന്നു. അങ്ങനെ ഒരു അവിശുദ്ധ സ്വകാര്യ സഖ്യം അവർ തമ്മിലുണ്ടായിരുന്നു. അത് ഒട്ടും വർക്ക് ചെയ്തില്ല, ഒട്ടും പ്രവർത്തനക്ഷമമായില്ല. ബദറിലും ഉഹദിലും ഒന്നും. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഗത്ഫാൻകാരായിരുന്നു. ഗത്ഫാൻകാരുമായിട്ട് ജൂതന്മാർക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതൊന്നും ആദർശ ബന്ധമല്ല, മറിച്ച് ജൂതന്മാരുടെ കയ്യിലാണ് കൃഷിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് പണം അവരുടെ കയ്യിലാണ് ഉള്ളത്. പണമുള്ളവരോടൊപ്പം നിൽക്കുക എന്നതാണ് ഗത്ഫാൻകാരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ജൂതന്മാർ ബനു ഗത്ഫാനൊപ്പം നിന്നിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടെ അതിൻ്റെയും കാറ്റുപോയി. പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരു മാർഗവുമല്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ജൂതന്മാരിൽ അവശേഷിച്ച ഖൈബറിലെ ജൂതന്മാർ. അവർക്കവിടെ സമ്പന്നമായ കൃഷി ഭൂമി ഉണ്ടായിരുന്നു. അവർ വാങ്ങിയതൊന്നുമല്ല, വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അന്നത്തെ കാലത്ത്. കാരണം അറബികൾക്ക് കാർഷിക മനസ്ഥിതിയില്ല, നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് അവർ കൃഷി ചെയ്യില്ല. എത്ര ഭൂമി വേണമെങ്കിലും വളച്ചു കെട്ടിയെടുത്ത് കൃഷി ചെയ്യാം. അതിനുള്ളൊരു മനസ്ഥിതി ഉള്ളവരാണ് ജൂതന്മാർ. അതുകൊണ്ട് അവർ ഒരുപാട് സ്ഥലം അവിടെ കൃഷിഭൂമിയാക്കി മാറ്റി. മാത്രമല്ല അവർ വീടുകളുണ്ടാക്കി. അന്നത്തെ കാലത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ കോട്ടകളാണ്. വീട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വീട് എന്ന സങ്കല്പം അന്നുണ്ടായിരുന്നില്ല. അറബികൾക്ക് ഓരോ വീട് എന്ന് പറയുന്നത് ഓരോ ഹൈമയായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുടിലുകളായിരുന്നു, ഹട്ടുകളായിരുന്നു. അതേസമയം നമ്മൾ ഇന്നത്തേതുപോലുള്ള ഒരു വീട് എന്നുള്ള സങ്കല്പമൊന്നും അക്കാലത്ത് അവർക്കിടയിൽ പ്രത്യേകിച്ചും വികാസം പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജൂതന്മാരങ്ങനെയല്ല. ജൂതന്മാർ മാത്രമല്ല, ശരിക്കും നമ്മൾ ഇപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ
സമ്പന്നരായ സഹാബിമാരുടെ ചരിത്രം നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ടല്ലോ, കേൾക്കാറുണ്ടല്ലോ. അവർക്കൊക്കെ വീടുകളുണ്ടായിരുന്നു. ആ വീടുകളൊക്കെ കോട്ടകൾ പോലുള്ള വീടുകളായിരുന്നു. അത് അന്നത്തെ ഒരു സ്ഥിര സ്വഭാവമുള്ള പ്രധാനികളായ സമ്പന്നരായ ആൾക്കാരുടെ ഒരു വീടിൻ്റെ സംസ്കാരം തന്നെ കോട്ട എന്നതായിരുന്നു. ഖൈബറിൽ പ്രധാനപ്പെട്ട 8 കോട്ടകളുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ചെറുതായ മറ്റു ചില കോട്ടകൾ, വീടുകളേക്കാൾ വലിയ ചില കോട്ടകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇസ്ലാമിനെതിരെ, നബിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി നൽകേണ്ടി വരും എന്ന് തീരുമാനിക്കുന്നതും മുഹറം മാസത്തിലെ, ഹിജ്റ 7-ാം വർഷത്തിലെ മുഹറം മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ഖൈബറിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ പുറപ്പെടുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് ഹുദൈബിയ സന്ധിക്ക് ശേഷം പിന്നീടുള്ള ഘട്ടം ഒരു പ്രത്യേക ഘട്ടമാണ്, തൗറുൻ ജദീദാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് സത്യത്തിൽ അത്. കാരണം ഹുദൈബിയയിലേക്ക് പോകുമ്പോൾ മഹാനായ നബി എല്ലാവരോടും ഒപ്പം പോരാൻ ആവശ്യപ്പെട്ടു എങ്കിലും ഒരുപാട് ആൾക്കാർ വരാൻ കഴിയുമായിരുന്നിട്ടും നബിയോടൊപ്പം പോയിരുന്നില്ല. അവരുടെ ഭയം എന്തായിരുന്നു വെച്ചാൽ, ഈ പോക്ക് വെറും ഉംറ ചെയ്യാനുള്ള പോക്കല്ല, ഇതെന്തായിരുന്നാലും ഒരു യുദ്ധത്തിലാണ് കലാശിക്കുക എന്ന് പലർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളായ ആൾക്കാർ 1, 2 മുസ്തദ്അഫീങ്ങളായ ആൾക്കാർ, അതായത് ഈമാൻ ഇനിയും ശക്തിപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർ, അവരൊന്നും നബിയോടൊപ്പം പോരാൻ ഇറങ്ങിയിരുന്നില്ല ഹുദൈബിയയിലേക്ക്. അങ്ങനത്തെവരല്ലാത്ത നല്ല ദൃഢചിത്തരായ 1400 പേരുമായിട്ടാണ് നബി പോയത്. അപ്പോൾ ആ കാര്യം നബിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പരസ്യമായി പ്രഖ്യാപിച്ചു, നമ്മൾ ഖൈബറിലേക്ക് പോവുകയാണ്. ഖൈബറിലേക്ക് പോകുന്നത് യുദ്ധത്തിന് തന്നെയാണ്, ഭയമുള്ളവർ വരേണ്ട എന്ന അർത്ഥത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ നബിയോടൊപ്പം ഖൈബറിലേക്ക് ഇറങ്ങിയത് 1400 സഹാബിമാർ, അതായത് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത 1400 പേർ മാത്രമായിരുന്നു. കാരണം ജൂതന്മാരോട് യുദ്ധത്തിന് പോവുകയാണത് നല്ല നിലക്ക് കലാശിക്കില്ല എന്നൊക്കെയുള്ള ഭയം അപ്പോഴും അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ നേട്ടം എത്ര വലുതാണ് എന്നത് അവർക്ക് ഊഹിക്കാൻ അപ്പോൾ കഴിയുമായിരുന്നില്ല. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1400 സഹാബിമാരും ഖൈബറിലേക്ക് പുറപ്പെട്ടു. അവിടെ ചരിത്രത്തിലെ വലിയ ഒരു അധ്യായം വിരചിതമാകാൻ പോവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.